നമസ്കാരം. കേരള നവോത്ഥാനമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. മോക്ക് ടെസ്റ്റ് ആണ്. 50 ചോദ്യങ്ങളുണ്ട്. എല്ലാ PSC ആസ്പിറൻസും മോക്ക് ടെസ്റ്റ് എഴുതി പരിശീലിക്കുക. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ബുക്കും പെന്നയും എടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കും, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം എഴുതുക, അവസാനം മാർക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നവോത്ഥാനം മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. 50 ചോദ്യങ്ങൾ. വെൽക്കം ടു സണ്ണി സീഡ്സ്. ആദ്യത്തെ ചോദ്യം നോക്കാം. മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1920 ഓഗസ്റ്റ് 18, 1920 ഏപ്രിൽ 18, 1921 നവംബർ 10, 1921 ഡിസംബർ 10. പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉത്തരം എഴുതുക. ശരി ഉത്തരം എ ആണ്. 1920 ഓഗസ്റ്റ് 18 ആണ്. അടുത്ത ചോദ്യം. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള കുമാരനാശാൻ്റെ രചന ഏതാണ്? വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള കുമാരനാശാൻ്റെ രചന. ഓപ്ഷൻസ് നോക്കാം. വീണപ്പൂവ്, നളിനി, കരുണ, ദുരവസ്ഥ. പോസ് ചെയ്യുക, ഉത്തരം എഴുതുക. ശരി ഉത്തരം കരുണ. അടുത്ത ചോദ്യം. മലയാളി മെമ്മോറിയലിലെ എത്രാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു? മലയാളി മെമ്മോറിയലിലെ എത്രാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ? ഉത്തരം മൂന്നാമത്തെ. 1921 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് അധികൃതർ എവിടുത്തെ പള്ളിയാണ് റെയ്ഡ് ചെയ്തത്? ഏതു പള്ളിയാണ് റെയ്ഡ് ചെയ്തത്? 1921 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് അധികൃതർ റെയ്ഡ് ചെയ്തത് ഏതു പള്ളിയാണ്? തിരൂർ, തിരൂരങ്ങാടി, മഞ്ചേരി, പൊന്നാനി? ശരി ഉത്തരം തിരൂരങ്ങാടി. KPCC സെക്രട്ടറിയായി 1938 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? EMS, R ശങ്കർ, K കേളപ്പൻ, AK ഗോപാലൻ? KPCC സെക്രട്ടറിയായി 1938 തിരഞ്ഞെടുക്കപ്പെട്ടത്. ശരി ഉത്തരം EMS. അടുത്ത ചോദ്യം 6. തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: മുഹമ്മദ് ബിൻ, ഓപ്ഷൻ ബി ഷെയ്ഖ് സൈനുദ്ദീൻ, ഓപ്ഷൻ സി മാലിക് ബിൻ ദിനാൻ, ഓപ്ഷൻ ഡി ഹബീബ് ബിൻ മാലിക്? ശരി ഉത്തരം ഷെയ്ഖ് സൈനുദ്ദീൻ. 1878 തിരുവിതാംകൂർ ചരിത്രം രചിച്ചത്? ശങ്കുണ്ണി മേനോൻ, പത്മനാഭ മേനോൻ, A ശ്രീധര മേനോൻ? ഇവരാരുമല്ല. ശരി ഉത്തരം ശങ്കുണ്ണി മേനോൻ. അടുത്ത ചോദ്യം. 1903 കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? K കേളപ്പൻ, C കൃഷ്ണൻ, C വിജയരാഘവനാചാരി, രാമയ്യർ? ആരാണ് 1903 കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഉത്തരം C വിജയരാഘവനാചാരി. അടുത്ത ചോദ്യം. 1849 മഞ്ചേരി കാർഷിക കലാപം നയിച്ചത് ആരാണ്? 9ാമത്തെ ചോദ്യമാണ്. 1849 മഞ്ചേരി കാർഷിക കലാപം നയിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. വി മുഹമ്മദ്, അത്തൻ കുരുക്കൾ, സീതിക്കോയ, ഫസൽ പൂക്കോയ തങ്ങൾ? ആരാണ്? ശരി ഉത്തരം ഫസൽ പൂക്കോയ തങ്ങൾ. ഇന്ത്യയിൽ യുനാനി ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: ഇറാൻകാർ, അഫ്ഗാൻകാർ, അറബികൾ, തുർക്കികൾ? ആരാണ് ഇന്ത്യയിൽ യുനാനി ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചത്? അറബികളാണ്. അടുത്ത ചോദ്യം. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയത് ആരാണ്? പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയത് ആരാണ്? ഉത്തരം TK മാധവൻ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതണേ. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ ചോദ്യം വായിച്ചിട്ടും പറയണ്ടല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. അടുത്ത ചോദ്യം. 12ാമത്തെ ചോദ്യം. കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായത് എന്നാണ്? കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായത് എന്നാണ്? ഓപ്ഷൻസ്: 1978 സെപ്റ്റംബർ, 1980 ഒക്ടോബർ, 1985 ഒക്ടോബർ, 1975 സെപ്റ്റംബർ? ഉത്തരം 1975 സെപ്റ്റംബർ ആണ്. തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏതാണ്? പ്രരോദനം, ദുരവസ്ഥ, ഒരു അനുതാപം, മഹചരമം? ഏതാണ് തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം? ഒരു അനുതാപമാണ്. ചേറൂർ കലാപം നടന്ന വർഷം
1843, 1855, 1866, 1833. ഏതു വർഷമാണ് ചേറൂർ കലാപം നടന്നത്? ഉത്തരം 1843. പിൽക്കാലത്ത് തൻ്റെ ആചാര്യൻ്റെ വിമർശകനായി മാറിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. വാഗ്ഭടാനന്ദൻ, കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. ആരാണ് തൻ്റെ ആചാര്യൻ്റെ വിമർശകനായി പിൽക്കാലത്ത് മാറിയത്? വാഗ്ഭടാനന്ദൻ, കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. ഉത്തരം എ ആണ്, വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം 16. മഹാത്മാ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് ആരാണ്? അംശി നാരായണപിള്ള, കുമ്പളത്ത് ശങ്കുപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, EMS. ആരാണ് മഹാത്മാ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത്? ഉത്തരം എ, അംശി നാരായണപിള്ള. പഞ്ചകല്യാണി നിരൂപണത്തിൻ്റെ കർത്താവ് ആരാണ്? പഞ്ചകല്യാണി നിരൂപണത്തിൻ്റെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, വാഗ്ഭടാനന്ദൻ. ആരാണ് പഞ്ചകല്യാണി നിരൂപണത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. ബ്രിട്ടീഷ് അധികാരികൾ മാപ്പിള കലാപകാരികളെ ഓസ്ട്രേലിയയിലെ എവിടേക്കാണ് നാടുകടത്തിയത്? ഓപ്ഷൻസ് ബോട്ടണി ബേ, അഡെയ്ലൈഡ്, ഡാർവിൻ, മെൽബൺ. ഉത്തരം എഴുതുക. ശരി ഉത്തരം ഓപ്ഷൻ എ, ബോട്ടണി ബേ. ആരുടെ ഗുരുവായിരുന്നു കൊച്ചുകുഞ്ഞ് ആശാൻ? 19ാമത്തെ ചോദ്യമാണ്. ആരുടെ ഗുരുവായിരുന്നു കൊച്ചുകുഞ്ഞ് ആശാൻ? KP വള്ളോൻ, അയ്യത്താൻ ഗോപാലൻ, കൃഷ്ണാദി ആശാൻ, കുറുമ്പൻ ദേവത്താൻ. ആരുടെ ഗുരുവായിരുന്നു കൊച്ചുകുഞ്ഞ് ആശാൻ? ഓപ്ഷൻ ഡി, കുറുമ്പൻ ദേവത്താൻ. 20ാമത്തെ ചോദ്യം. സാവിത്രി അന്തർജനവും ചാത്തനും കഥാപാത്രങ്ങളായ കുമാരനാശാന്റെ രചന ഏതാണ്? ഓപ്ഷൻ എ, കരുണ, ബി, ദുരവസ്ഥ, സി, വീണപ്പൂവ്, ഡി, ചണ്ടാല ഭിക്ഷുകി. ഏതാണ് സാവിത്രി അന്തർജനവും ചാത്തനും കഥാപാത്രങ്ങളായ കുമാരനാശാന്റെ രചന? ഉത്തരം ദുരവസ്ഥയാണ്, ഓപ്ഷൻ ബി. 21. TK മാധവന്റെ ദേശാഭിമാനിയിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതിയത് ആരാണ്? സി, കേശവൻ, ഓപ്ഷൻ ബി, CV കുഞ്ഞിരാമൻ, ഓപ്ഷൻ സി, കുമാരനാശാൻ, ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, CV കുഞ്ഞിരാമൻ. അടുത്ത ചോദ്യം. മാന്നാനം സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം? ഓപ്ഷൻ എ, ദീപിക, ഓപ്ഷൻ ബി, ജ്ഞാനോദയം, ഓപ്ഷൻ സി, ജ്ഞാനപീയൂഷം, ഓപ്ഷൻ ഡി, ജ്ഞാന നിക്ഷേപം. മാന്നാനം സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ജ്ഞാനപീയൂഷമാണ് മാന്നാനം സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം. ചോദ്യം. ബുദ്ധമത ഇതിവൃത്തത്തിലുള്ള കുമാരനാശാന്റെ രചനകൾ ഏതെല്ലാം? 23ാമത്തെ ചോദ്യം. ബുദ്ധമത ഇതിവൃത്തത്തിലുള്ള കുമാരനാശാന്റെ രചനകൾ: ചണ്ടാല ഭിക്ഷുകി, കരുണ, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, ചണ്ടാല ഭിക്ഷുകി, വീണപ്പൂവ്, കരുണ, ചിന്താവിഷ്ടയായ സീത. ഉത്തരം എ ആണ്, ചണ്ടാല ഭിക്ഷുകി, കരുണ. അടുത്ത ചോദ്യം. P. കൃഷ്ണപിള്ള ജനിച്ചത് എവിടെയാണ്? വൈക്കം, ആലുവ, കാഞ്ഞിരപ്പള്ളി, കായംകുളം. എവിടെയാണ് P. കൃഷ്ണപിള്ള ജനിച്ചത്? വൈക്കം. ഓപ്ഷൻ എ. എന്നാണ് വിമോചന സമരം ആരംഭിച്ചത്? 1959 ജൂലൈ 31, 1959 ജൂൺ 30, 1959 ജൂൺ 12, 1959 ജൂലൈ 12. എന്നാണ് വിമോചന സമരം ആരംഭിച്ചത്? ഓപ്ഷൻ സി, 1959 ജൂൺ 12. ക്രിസ്തുമതം സ്വീകരിക്കുകയും CK ജോൺ എന്ന പേര് മാറ്റുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ, കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി, KP വള്ളോൻ, ഓപ്ഷൻ സി, കൃഷ്ണാദി ആശാൻ, ഓപ്ഷൻ ഡി, PC ചാഞ്ചൻ. ആരാണ് ക്രിസ്തുമതം സ്വീകരിക്കുകയും CK ജോൺ എന്ന പേര് മാറ്റുകയും ചെയ്തത്? ഓപ്ഷൻ സി ആണ്, കൃഷ്ണാദി ആശാൻ. അടുത്ത ചോദ്യം. കുമാരനാശാൻ അന്ത്യവിശ്രമം എവിടെയാണ്? കുമാരനാശാന്റെ അന്ത്യവിശ്രമം സ്ഥലം എവിടെയാണ്? കായിക്കര, തോന്നയ്ക്കൽ, പല്ലന, പേട്ട. പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം 27ന്റെ ഉത്തരം സി ആണ്, പല്ലന. അടുത്ത ചോദ്യം. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത് ആരാണ്? 28ാമത്തെ ചോദ്യം. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ, വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി, ചാവറയച്ചൻ, ഓപ്ഷൻ സി, കുമാരനാശാൻ, ഓപ്ഷൻ ഡി, C. കൃഷ്ണൻ. ആരാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത്? ശരി ഉത്തരം 28 D ആണ്, C. കൃഷ്ണൻ.
അടുത്ത ചോദ്യം 29. കുമാരനാശാന്റെ ഏത് രചനയിലെ വരികളാണ് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദുരവസ്ഥ, ഓപ്ഷൻ ബി ലീല, ഓപ്ഷൻ സി നളിനി, ഓപ്ഷൻ ഡി ഒരു ഉദ്ബോധനം. ഏത് കൃതിയിലെ വരികളാണ് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നത്? ഓപ്ഷൻ ഡി ആണ്, ഒരു ഉദ്ബോധനം. 30-ാമത്തെ ചോദ്യം. മന്നത്ത് പത്മനാഭൻ ഏത് വർഷമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയത്? 1914, 1915, 1945, 1949. പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. ഉത്തരം 1945 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ സത്യാഗ്രഹികളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ്: കുഞ്ഞാപ്പി, പി കൃഷ്ണപിള്ള, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ആരാണ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹികളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ്, പി കൃഷ്ണപിള്ളയാണ്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കരുമാണ് ആദ്യ സത്യാഗ്രഹികൾ. ഓപ്ഷൻ ബി പി കൃഷ്ണപിള്ളയാണ് ഉത്തരം. അടുത്ത ചോദ്യം 32. ബന്ധനത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. കെ കേളപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ, കെ പി കേശവമേനോൻ, കുമാരനാശാൻ. ആരാണ് ബന്ധനത്തിൽ നിന്ന് എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം സി, കെ പി കേശവമേനോനാണ്. ആൻസർ സി. 33-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചത്? EMS, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള, സി കേശവൻ. ഓപ്ഷൻ എ EMS ആണ്. അടുത്ത ചോദ്യം. എവിടെ നിന്നാണ് യുക്തിവാദിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്? യുക്തിവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ്: തിരുവനന്തപുരം, എറണാകുളം, തലശ്ശേരി, കോഴിക്കോട്. എറണാകുളമാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 35. വിചിത്ര വിജയം എന്ന നാടകം രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി കുമാരനാശൻ. ആരാണ് വിചിത്ര വിജയം എന്ന നാടകം രചിച്ചത്? ഓപ്ഷൻ ഡി കുമാരനാശാന്റെയാണ് വിചിത്ര വിജയം എന്ന നാടകം. ഓപ്ഷൻ ഡി. അക്കമ്മ ചെറിയാൻ ജനിച്ച സ്ഥലം? ഓപ്ഷൻ എ പേട്ട, ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി, ഓപ്ഷൻ സി കവടിയാർ, ഓപ്ഷൻ ഡി വെള്ളയമ്പലം. ഉത്തരം ബി ആണ്, കാഞ്ഞിരപ്പള്ളിയാണ്. ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. 37-ാമത്തെ ചോദ്യം. കുടി അരശ എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യ വൈകുണ്ഠർ, EV രാമസ്വാമി നായ്ക്കർ, കൃഷ്ണസ്വാമി അയ്യർ. ആരാണ് കുടി അരശ എന്ന പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ്? 37-ാമത്തെ ചോദ്യമാണ്. ഉത്തരം സി ആണ്, EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറാണ്. അടുത്ത ചോദ്യം. ഏത് വർഷമാണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയത്? ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1948, ഓപ്ഷൻ സി 1949, ഓപ്ഷൻ ഡി 1950. ഏതു വർഷമാണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. കുണ്ട്ര വിളംബരം നടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? കുണ്ട്ര വിളംബരം നടത്തുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ധർമ്മരാജാവ്, ബാലരാമവർമ്മ, മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ. ആരായിരുന്നു കുണ്ട്ര വിളംബരം നടത്തുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ്? ബാലരാമവർമ്മയാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിരുവിതാംകൂർ ഭരണകൂടം 1932 നിയോഗിച്ച 8-അംഗ സമിതിയുടെ തലവൻ ആരായിരുന്നു? ഒന്നുകൂടി പറയാം. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് തിരുവിതാംകൂർ ഭരണകൂടം 1932 നിയോഗിച്ച 8-അംഗ സമിതിയുടെ തലവൻ ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഉള്ളൂർ പരമേശ്വരയ്യർ, ഓപ്ഷൻ ബി VS സുബ്രഹ്മണ്യ അയ്യർ, ഓപ്ഷൻ സി നമ്പി നീലകണ്ഠ ശർമ്മ, ഓപ്ഷൻ ഡി മഹാദേവയ്യർ. ആരാണ്? ഉത്തരം ബി ആണ്. ബി VS സുബ്രഹ്മണ്യ അയ്യറാണ്. 41-ാമത്തെ ചോദ്യം. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? 41-ാമത്തെ ചോദ്യം. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത്? ഓപ്ഷൻസ് കെ കേളപ്പൻ, ഓപ്ഷൻ ബി KN കുറുപ്പ്, ഓപ്ഷൻ സി KP കേശവമേനോൻ, ഓപ്ഷൻ ഡി K മാധവൻ നായർ. ആരാണ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി K മാധവൻ നായർ.
42ാമത്തെ ചോദ്യം നോക്കാം. ചട്ടമ്പി സ്വാമികൾക്കായി പന്മനയിൽ ആശ്രമം നിർമ്മിച്ചത് ആരാണ്? ഓപ്ഷൻ എ ബോധേശ്വരൻ, ഓപ്ഷൻ ബി കുമ്പളത്ത് ശങ്കുപിള്ള, ഓപ്ഷൻ സി നീലകണ്ഠ തീർത്ഥപാദർ, ഓപ്ഷൻ ഡി കൊല്ലൂർ കൃഷ്ണപിള്ള. ആരാണ് ചട്ടമ്പി സ്വാമികൾക്കായിട്ട് പന്മനയിൽ ആശ്രമം നിർമ്മിച്ചത്? ഉത്തരം ബി ആണ്, കുമ്പളത്ത് ശങ്കുപിള്ളയാണ് ഉത്തരം ബി. ആനന്ദ കൽപ്പദ്രുമത്തിൻ്റെ കർത്താവ് ആരാണ്? ആനന്ദ കൽപ്പദ്രുമത്തിൻ്റെ കർത്താവ്. ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ആരാണ് ആനന്ദ കൽപ്പദ്രുമത്തിൻ്റെ കർത്താവ്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ എ. 44ാമത്തെ ചോദ്യം. പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് 1917 പ്രഖ്യാപിക്കുന്നതിന് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിതനാക്കിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി കെ അയ്യപ്പൻ, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. വാഗ്ഭടാനന്ദൻ, സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ സൈഫുൽ ബത്താർ എന്ന കൃതി അറബി ഭാഷയിൽ രചിച്ചത് ആരാണ്? മക്തി തങ്ങൾ, മമ്പുറം തങ്ങൾ, ആലി മുസ്ലിയാർ, വക്കം മൗലവി. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ സൈഫുൽ ബത്താർ എന്ന കൃതി രചിച്ചത് ആരാണ്? 45ാമത്തെ ചോദ്യമാണ്. ഉത്തരം മമ്പുറം തങ്ങൾ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ, വേലക്കാരൻ. ഏതാണ് വാഗ്ഭടാനന്ദനുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം? ഉത്തരം ഡി ആണ്, വേലക്കാരൻ. 47ാമത്തെ ചോദ്യം. 1921 മാപ്പിള കലാപകാലത്തെ മലബാർ കളക്ടർ ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ഇ എഫ് തോമസ്, എച്ച് വി കൊനോലി, എ ആർ നാപ്പ്, വില്യം മക്ലിയോഡ്. ആരായിരുന്നു 1921 മാപ്പിള കലാപകാലത്തെ മലബാർ കളക്ടർ? ഇ എഫ് തോമസ് ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ എ. സമുദായ മത നവീകരണത്തെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? സമുദായ മത നവീകരണത്തെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി വക്കം മൗലവി. ആരാണ്? 48ാമത്തെ ചോദ്യം. ഉത്തരം സി വാഗ്ഭടാനന്ദനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1946 നടന്നത് അല്ലാത്ത സംഭവം ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. പുന്നപ്ര വയലാർ സമരം, കരിവള്ളൂർ സമരം, കുട്ടംകുളം സമരം, കടയ്ക്കൽ പ്രക്ഷോഭം. ഏതാണ് 1946 അല്ലാത്തത്? കടയ്ക്കൽ പ്രക്ഷോഭമാണ്. അടുത്ത ചോദ്യം. അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയ സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാം. ഓപ്ഷൻസ് വായിക്കാം. വെങ്ങാനൂർ, വർക്കല, വിഴിഞ്ഞം, ബാലരാമപുരം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാലരാമപുരമാണ്. അപ്പോൾ നിങ്ങളും കൂടെ എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. എത്ര മാർക്കുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.